ഇ.പി. ജയരാജൻ വധശ്രമക്കേസിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ.എസ്. സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന കുറ്റം ഇതോടെ ഇല്ലാതായി. നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് കെ. സുധാകരൻ പ്രതികരിച്ചു. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള CPIM പദ്ധതി തകർന്നെന്നും കെ.പി.സി.സി അധ്യക്ഷൻ പറഞ്ഞു. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി, എന്നെ ഒരു ക്രിമിനൽ ലീഡറാക്കി, എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. എനിക്ക് ഒരു മോചനം കിട്ടിയ ഒരു വിധിയാണ് ഈ വിധി. ആരോട് പറയാൻ? പാപം EP. സർക്കാർ അപ്പീൽ നൽകണമെന്ന് ഇ.പി. ജയരാജൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയോട് സുധാകരൻ കുറ്റവിമുക്തനാകില്ല എന്ന് ഇ.പി. പറഞ്ഞു. എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇനി സുപ്രീം കോടതിയുണ്ട്. കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ്. കെ. സുധാകരനെ മാത്രമല്ല CMB രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ CPMൻ്റെ ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. പ്രോസിക്യൂഷൻ ഞങ്ങൾ വയ്ക്കണ വക്കീലല്ലല്ലോ, പിണറായി വിജയൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത്, അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയതായിരിക്കും. എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കെ. സുധാകരന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാണ്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയമായി കോടതി വിധി കെ. സുധാകരന്, കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അതിവിടെ അവസാനിക്കില്ല, സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് വിഷ്ണു? രാഷ്ട്രീയമായി കോൺഗ്രസിന് ഏറെ മേൽക്കയും ആശ്വാസവും നൽകുന്ന വിധിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ CPM ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒന്നാണ് കെ. സുധാകരൻ, ഇ.പി. ജയരാജൻ ഈ പ്രശ്നം. അതിൽ നിലവിൽ കോൺഗ്രസിന് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചാണ് ഇത്തരത്തിൽ കെ. സുധാകരനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കെ. സുധാകരൻ തന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തി എന്നായിരുന്നു ഇ.പി. ജയരാജന്റെ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ഈ ഗൂഢാലോചന തെളിയിക്കുന്ന ഒരു തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാനായില്ല എന്ന് മാത്രമല്ല, കെ. സുധാകരൻ ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കുറ്റപത്രത്തിൽ നിന്ന് കെ. സുധാകരനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇ.പി. ജയരാജൻ ഇടതുപക്ഷത്തിന്റെ സമുന്നതനായ നേതാവാണ്, LDF കൺവീനറാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകിച്ച് അപ്പീലിന് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ നിയമവശങ്ങൾ പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നാണ് നിയമമന്ത്രി P. രാജീവ് പ്രതികരിച്ചത്. സ്വന്തം നിലക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സൂചന ഇ.പി. ജയരാജനും തന്നിട്ടുണ്ട്. അതുകൊണ്ട് കേസ് ഈ വിധിയോടുകൂടി അവസാനിക്കുന്നില്ല, തുടർ നിയമ പോരാട്ടങ്ങൾ തുടരുമെന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നു. പക്ഷേ നിലവിൽ കോൺഗ്രസിന് ഒരു ആശ്വാസമാണ് ഈ വിധി. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.